ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അതേ നിയമങ്ങൾ, അതേ കളികൾ, പക്ഷേ പുതിയ രാജാവ്. ഹായ് ഗൈസ്, നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു ഓപ്പറേറ്ററാണ്. എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ബ്രീസ് കണക്ട്. അവർ പുതുതായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ഭാരത് ബെൻസിന്റെ 18-24 13.5 മീറ്റർ ചേസിൽ MGയുടെ ഗ്ലൈഡർ ഇസൽ മോഡലിലാണ് ഇവർ പുത്തൻ 2 ബസ്സുകൾ ഇറക്കിയിരിക്കുന്നത്. മറ്റു ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെയർ വണ്ടികൾക്ക് ഒരേ കളർ തീമിലാണ് ഇവർ ബസ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ബസ്സുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവരുടെ സർവീസും ഇവരുടെ ബസ്സും നമുക്ക് ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ നമുക്ക് ബസ്സിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്രീസ് കണക്റ്റിന്റെ പേര് അവിടെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. നെയിം ബോർഡുള്ള അടക്കമുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത്. ഭാരത് ബെൻസ് 18-24 സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ 240 HP ആണ് ഇതിന്റെ പവർ വരുന്നത്. അതുപോലെ 850 Nm ടോർക്കാണ് ഇതിന്റെ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. OM 926 എന്ന എഞ്ചിനാണ് ഇതിനകത്ത്. 6 സിലിണ്ടർ എഞ്ചിനാണ് ഭാരത് ബെൻസ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. 7200 ആണ് ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇത് നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈൽ ലുക്കിലേക്ക് നോക്കാം. ബ്രീസ് കണക്റ്റിന്റെ ലോഗോ അവിടെ ഡോറിന്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ www.breezeconnect.in എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക. ആ വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മെഴ്സിഡസ് ബെൻസിന്റെ ഒരു മനോഹരമായ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് 2+1 ലക്ഷറി സ്ലീപ്പർ കോച്ച് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബ്രീസിന്റെ പേരുണ്ടല്ലോ സൈഡിൽ ഇങ്ങനെ മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ടയർ സൈസ് വരുന്നത് 295/80 22.5 സൈസുള്ള മെഷീന്റെ ടയർസ് ആണ് കമ്പനിയിൽ നിന്ന് ഇട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇതിന്റെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ 2 ബാറ്ററി വെച്ച് 24 വോൾട്ടിന്റെ ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെയായിട്ടും ഈ 3 സ്പേസും നല്ലൊരു ലഗേജ് സ്പേസ് ആണ് വരുന്നത്. നല്ലൊരു സ്റ്റോറേജ് ഏരിയ ആണ്. അത് അപ്പുറത്തെ ഡിക്യുമായിട്ടും ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു സെൻട്രൽ സ്പേസിൽ MG ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ബാക്ക് ടയേഴ്സിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഡിക്കി സ്പേസ് സ്പെയർ വീലും അതിന്റെ ബാക്കിലെ ഡിക്കിയും വലിയൊരു ഡിക്കി സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തായിട്ട് MG വലിയൊരു ഡിക്കി സ്പേസുകൾ ഇതിന്റെ ഉള്ളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. വണ്ടി നൈറ്റ് സർവീസ് ആയതുകൊണ്ട് തന്നെ ലഗേജ് ഏരിയ വളരെയധികം അത്യാവശ്യമാണ്. നല്ല ലഗേജ് സ്പേസ് ഇതിനുള്ളിൽ MG ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത്. ടോട്ടൽ 36 സ്ലീപ്പിംഗ് ബർത്തുകളാണ് MG ബ്രീസിനുള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷനിലാണ്, ക്രീം കളർ കോമ്പിനേഷനാണ് ഇതിനുള്ള ഇന്ത്യയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോ ബർത്തിലെയും കംഫർട്ട് എങ്ങനെ നോക്കാം. ഇതാ ബ്രീസിന്റെ പേരടിച്ച പില്ലോ ബ്ലാങ്കറ്റ് വരുന്നുണ്ട്. അതുപോലെ ബെഡിലായിട്ട് ഓൾറെഡി ഒരു പില്ലോ ഉണ്ടെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ട് പില്ലോ തന്നിട്ടുള്ളത്. അതുപോലെ 3 സൈഡിലായിട്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ചാർജിങ് USB പോർട്ട് ഉണ്ട്, പ്ലഗ് പോയിന്റ് ഉണ്ട്, റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്, മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ 2 സീറ്റിന് ബെഡിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു അഡീഷണൽ സെപ്പറേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. AC വെന്റ് വരുന്നത് നമ്മുടെ തലയുടെ അവിടെയും അതുപോലെ കാലിൻ്റെ അവിടെയും AC വെന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ലഗേജ് വെക്കാനായിട്ട് ഒരു ലഗേജ് സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പില്ലോ ഇവിടെ ഇടുകയാണെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോകാനുള്ള ലെങ്ത്തും വിഡ്ത്തും ഈ ഒരു ബെഡുകൾക്ക് MG ക്രമീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മറിഞ്ഞിറക്കാനുള്ള വീതി ഈ ഒരു ബെഡിന് MG ക്രമീകരിച്ചിട്ടുണ്ട്. സ്ലീപ്പർ ബസ്സുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അപ്പം സ്ലീപ്പർ ബസ്സുകളുടെ സേഫ്റ്റികൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും ലേഡീസിനടക്കം പലർക്കും സംശയമാണ് ലേഡീസിന് എത്രത്തോളം കംഫർട്ട് ഉണ്ടാവും ഈ ഒരു സ്ലീപ്പർ ബസ്സുകളിൽ നിന്ന്. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലേഡി ഒരു ബർത്തിന് ഡബിൾ ബർത്ത് ഒരു ലേഡി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ലേഡിക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് മിക്സഡായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഫാമിലി ആണെങ്കിൽ ബുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ലേഡി സിംഗിൾ ആയിട്ട് പോകുകയാണെങ്കിൽ സുരക്ഷിതമായിട്ട് അവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന കംഫർട്ടാണ് സ്ലീപ്പർ ബസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രീസും ആ ഒരു കംഫർട്ട് വളരെയധികം പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു ബുക്കിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാസഞ്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മുകളിലത്തെ അപ്പർ ബർത്തിലേക്ക് കയറുന്ന പാസഞ്ചേഴ്സ്, നിങ്ങൾ ചപ്പൽസ് വെക്കാനായിട്ട് താഴെ MG പ്രത്യേകം സ്പേസ് ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ബെഡിന്റെ അടിയിലായിട്ട്. നിങ്ങൾ താഴത്ത് ബർത്തിരിക്കുന്നവരാണെങ്കിലും മുകളിലത്ത് ബർത്തിരിക്കുന്നതാണെങ്കിലും നിങ്ങൾ ലഗേജ് ഏരിയയിലും ബെഡിന്റെ മുകളിൽ നിങ്ങൾ ചെരുപ്പുകൾ വെക്കരുത്. താഴത്ത് കൊടുത്തിരിക്കുന്ന സ്പേസിൽ വെച്ചിട്ട് നിങ്ങൾ മുകളിലേക്ക് ബെഡിലേക്ക് കയറാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബസ് അത്രയ്ക്കധികം നീറ്റും ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്ന വണ്ടികളാണ്. നിങ്ങൾ ചെരുപ്പുകൾ വെച്ചിട്ട് നിങ്ങൾ അത് വൃത്തിയാക്കരുത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഓർമ്മിക്കുകയാണ്. ഹായ് എല്ലാവർക്കും, എൻ്റെ പേര് ജോയൽ, തൃശ്ശൂരാണ് സ്ഥലം. എൻ്റെ പേര് അക്ഷയ്, സ്ഥലം പത്തനംതിട്ട. എൻ്റെ പേര് ശരത്, സ്ഥലം തിരുവല്ല. മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വണ്ടി എല്ലാ ദിവസവും നമ്മൾ റെഗുലർ ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ സർവീസ് യൂട്ടിലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ ഭാരത് ബെൻസിന്റെ 18-24 ഡ്രൈവർ ക്യാബിന്റെ ലുക്ക് വരുന്നത്. നമ്മുടെ ബ്രീസ് കണക്റ്റിന്റെ പുതിയ ബസ്സിന്റെ ഡ്രൈവർ ക്യാബിൻ. ഭാരത് ബെൻസിന്റെ നല്ല കിടക്കാച്ചി സ്റ്റിയറിംഗ് വീലൂടെ കാണാം. ഭാരത് ബെൻസിന്റെ സ്റ്റിയറിംഗ് വീല് നോർമലി ഉള്ള ബസ്സുകളുടെ സ്റ്റിയറിംഗ് വീലിനെക്കാട്ട് കുറച്ചുകൂടി വലിപ്പം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഇവിടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇവിടെ ആയിട്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ച്, ഹാൻഡ് ബ്രേക്ക്, മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ സ്വിച്ചുകൾ കാണാം. ഇന്ത്യൻ ലൈറ്റ്സിന്റെയും ക്യാബിൻ ലൈറ്റ്സിന്റെ ഒക്കെ സ്വിച്ചുകൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മോണിറ്റർ, CCTV ഔട്ട്പുട്ട് മോണിറ്റർ, AC ഓപ്പറേറ്റിംഗ് സ്വിച്ച് കാണാം, USB ചാർജിംഗ് പോർട്ട് കാണാം. വണ്ടിയുടെ ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയർ ആണ് വരുന്നത്. അതുപോലെ
ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് നല്ല കംഫർട്ടുള്ള മനോഹരമായ സീറ്റുകളാണ്, ഡ്രൈവർക്കുള്ള കംഫർട്ടുള്ള സീറ്റുകളാണ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ബ്രീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിംഗ് ഡീറ്റെയിൽസും റൂട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അതുപോലെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ബ്രീസിൽ യാത്ര ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബീച്ച് നിലമ്പൂർ.